ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന്. എല്ലാവരെയും ദൈവത്തിൽ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. പകൽക്കാലത്തിൽ നമുക്ക് ചിന്താവിഷയത്തിലേക്ക് കയറി പോകാം. ആമേൻ. നമ്മൾ ഇന്ന് പകൽക്കാലത്തിൽ ഏത് വചനം വായിച്ചത്? 119 സങ്കീർത്തനം, അതിൻ്റെ ഹല്ലേലൂയ 81 മുതൽ നമ്മൾ വായിപ്പാനിടയിൽ തീർന്നു. എങ്കിലും അതിൻ്റെ 89, 90, 91 വചനങ്ങളെ വായിച്ച് നമുക്ക് ഇന്നത്തെ ചിന്താ വിഷയം കൈമാറുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ 89 സങ്കീർത്തനം 119 89 അവിടെ വായിക്കുന്നത് പ്രകാരമാകുന്നു. വായിച്ചാൽ യഹോവേ, നിന്റെ വചനം സ്വർഗ്ഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. നിന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. അവ ഇന്നുവരെ നിന്റെ നിയമപ്രകാരം നിലനിൽക്കുന്നു. സ്തോത്രം. 91 വരെയാണ് ഞാൻ പറഞ്ഞത്, 89 മുതൽ 91 വരെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്ത് ചിന്താവിഷയം എന്ന് പറയുന്നത് നിലനിൽക്കുന്ന ദൈവം. ഹല്ലേലൂയ. നിലനിൽക്കുന്ന ദൈവത്തെ കുറിച്ചാണ്. നമ്മുടെ ദൈവം എന്നും എന്നേക്കും നിലനിൽക്കുന്നു. എത്ര പേർ അത് ഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ദൈവം എന്നും എന്നേക്കും നിലനിൽക്കുന്നവനാണ്. ഹല്ലേലൂയ. എന്നാൽ കാണുന്നതൊക്കെയും സഭാപ്രസംഗിയുടെ പുസ്തകം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ആമേൻ. കാണുന്നതൊക്കെയും മായ എന്ന് പറയുന്നു. നമ്മൾ കാണുന്നതൊന്നും നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എന്നും എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവജനത്തിലൂടെ വായിക്കുവാൻ പിന്നെയും കാണുവാൻ കഴിയുന്നത് ആമേൻ ദൈവവചനം നിലനിൽക്കുന്നു. ദൈവം നിലനിൽക്കുന്നു. ദൈവവചനം നിലനിൽക്കുന്നു. ദൈവവചനം ദൈവത്തിൻ്റെതാകുന്നു. ആമേൻ. ആ ദൈവം നമ്മുടെ നിലനിൽക്കുന്ന ദൈവമാകുന്നു. തൻ്റെ വചനമയച്ച് സകലയെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ ലോകത്തെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിൻ്റെ വചനമയച്ചിട്ടാണ് ദൈവം സൃഷ്ടിപ്പാനിടയെത്തുന്നത്. ഹല്ലേലൂയ. ദൈവമേൻ. നമ്മൾ കാണുന്നതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ വചനമയച്ചാണ് അത് സൃഷ്ടിപ്പാനിടയായി തീർന്നത്. ആമേൻ. താൻ സൃഷ്ടിച്ചതൊക്കെയും നല്ലതെന്ന് കണ്ടു. അത് എന്നും എന്നേക്കും നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അതിൻ്റെ നടുവിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ആ മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ ദൈവം എന്നും എന്നേക്കും നിലനിൽക്കുന്ന ദൈവമാണ്. താൻ സൃഷ്ടിച്ച ദൈവം നിലനിൽക്കുന്നവനെന്ന് പറഞ്ഞു. ആ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. ആ മനുഷ്യൻ എന്നും എന്നേക്കും നിലനിന്ന് ദൈവത്തെ ആരാധിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. താൻ സൃഷ്ടിച്ച മനുഷ്യൻ ശാശ്വതമായി എന്നും എന്നേക്കും നിൽക്കണം. ഹല്ലേലൂയ. എന്നും എന്നേക്കും നിൽക്കണം എന്നാഗ്രഹിച്ചു. സ്തോത്രം. ഏദൻ തോട്ടത്തിൽ ആമേൻ താൻ സൃഷ്ടിച്ച ആമേൻ മനുഷ്യരെ, ഹല്ലേലൂയ, നമുക്കറിയാം ആദാവിനെയും ഹവ്വയെയും ദൈവം സൃഷ്ടിച്ച ആമേൻ ആദിമ മനുഷ്യനാണ്. അവരെ ദൈവം തോട്ടത്തിലേക്ക് കൊണ്ടുവരുവാനിടയിൽ തീർന്നു. ദൈവത്തിൻ്റെ തോട്ടത്തിലേക്ക്. ദൈവത്തിൻ്റെ തോട്ടവും എന്നും നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നും നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു. ആമേൻ, ആമേൻ. ആ ഒന്നും നിലനിൽക്കാതിരിക്കരുത് എന്ന്, നിലനിൽക്കാൻ പാടില്ല എന്നുള്ളതല്ല, നിലനിൽക്കണം. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ച സാത്താനാകുന്ന ദൂതൻ നിമിത്തമാകുന്നു ആമേൻ നമ്മുടെ എല്ലാത്തിൻ്റെയും നിലനിൽപ്പുകൾ നഷ്ടമായി തീരുവാനിടയിൽ തീർന്നത്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. എല്ലാം ആമേൻ ദൈവത്തിൻ്റെ ആമേൻ നിയോഗം, ദൈവ പദ്ധതി അറിയുന്ന സാത്താൻ, ആമേൻ, ഹല്ലേലൂയ. സാത്താനെ അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നുമില്ല.
സാത്താൻ എല്ലാ കാര്യങ്ങളും അറിയാം. ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും ഒക്കെ സാത്താൻ അറിയാം. ഹല്ലേലൂയ. ആമേൻ. ദൈവം എന്ന കർത്താവ് ആമേൻ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യനെ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു, ശാശ്വതമായി ജീവിക്കാനായി കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. എന്നും തൻ്റെ തോട്ടത്തിൽ, താൻ സൃഷ്ടിച്ച തോട്ടത്തിൽ നന്മകളൊക്കെ അനുഭവിച്ച് ഹല്ലേലൂയ എന്നും എന്നേക്കും മനുഷ്യൻ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടാണ് ദൈവം മനുഷ്യനോട് കൽപ്പിക്കാനിടയെത്തുന്നത്. ദൈവം ഭൂമിയിൽ മനുഷ്യനെ തോട്ടത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ദൈവം കൽപ്പിച്ചു. ആമേൻ. കൽപ്പിച്ച് അതെന്തെന്നാൽ ഈ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും, നിങ്ങൾ നിലനിൽക്കത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഇതാകുന്നു ദൈവത്തിൻ്റെ കൽപ്പന, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ നിലനിൽക്കണം എന്നാകുന്നു ദൈവാഗ്രഹം, ദൈവത്തിൻ്റെ പദ്ധതി, ദൈവനിയോഗം. ആ നിയോഗത്തിന് വിരോധമായിട്ടാണ് സാത്താൻ മനുഷ്യൻ തോട്ടത്തിൽ നിലനിൽക്കാതിരിക്കാൻ, ദൈവത്തോടു കൂടെ ശാശ്വതമായി നിലനിൽക്കാതിരിക്കുവാൻ വേണ്ടിയാകുന്നു മരണാധികാരിയാകുന്ന സാത്താൻ മനുഷ്യനിൽ ഇടപെടുവാനിടയെ തീർന്നത്. ഹല്ലേലൂയ. മനുഷ്യൻ സാത്താൻ മനുഷ്യനിലൂടെ ഇടപെട്ടതിലൂടെ ആദിമ മനുഷ്യരായിരുന്ന ദൈവ മനുഷ്യർ ഹല്ലേലൂയ തോട്ടത്തിൽ വച്ച് തന്നെ തെറ്റി തോട്ടത്തിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുവാനിടയിൽ തീർന്നു. അങ്ങനെ ഭൂമി ഹല്ലേലൂയ ശാപഗ്രസ്തമായി തീർന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. നിലനിൽപ്പ് നഷ്ടപ്പെട്ട ഹല്ലേലൂയ മനുഷ്യ ജീവിതത്തിൽ അവർ പാർക്കുന്ന ഭൂമി അവർ നിമിത്തം ശാപഗ്രസ്തമായി പോയി തീർന്നു. ദൈവം ഒരുക്കിയിരുന്ന നന്മകളൊക്കെ അവിടെ നഷ്ടമായി തീർന്നു. ഉള്ളും പറക്കാരെയൊക്കെ അവർക്ക് ഉണ്ടാകും. അവരുടെ അധ്വാന ഫലം ഫുള്ളായിട്ട് 100 മേനി വിളവ് ലഭിക്കത്തില്ല. കഷ്ടതയോടെ വേർപ്പോടെ ഒക്കെയും അവർ ഉപജീവിക്കുമെന്ന് ദൈവം പറയുവാനിടയിൽ തീർന്നു. അവരുടെ നിലനിൽപ്പ് അങ്ങനെ നഷ്ടമായി തീർന്നു എന്ന് ദൈവജനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എന്നേക്കും നിലനിൽക്കണമെന്ന് ദൈവത്തിൻ്റെ പൂർണ്ണ നിയോഗം. എങ്ങനെ നിലനിർത്തും? ദൈവത്തിന് എല്ലാവരെയും നിലനിർത്തണം. അങ്ങനെ തോട്ടത്തിൽ നിന്ന് പുറത്തായവരെ ചേർപ്പാനാണ് കർത്താവ് ഈ ലോകത്തിൽ അവതരിപ്പാനിടെ. ഹല്ലേലൂയ. കാട്ടത്തോട്ടത്തിൽ കാണാതെ പോയവരെ തിരഞ്ഞ് രക്ഷിപ്പാനാകുന്നു മനുഷ്യപുത്രൻ ഈ ലോകത്തിൽ വന്നത്. അങ്ങനെ അവനിലൂടെ നമ്മൾ വീണ്ടും ജനിച്ച് കർത്താവിനെ ആരാധിച്ച് അവൻ്റെ ഹിതപ്രകാരം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ഹല്ലേലൂയ അവനോട് കൂടെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവരെ ചേർപ്പാനാണ് കർത്താവ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉയർത്തി ജീവിക്കുന്നവർക്ക് വീണ്ടെടുപ്പിലൂടെ വീണ്ടും നിത്യജീവൻ പകരുകയാണ്. ഹല്ലേലൂയ. ഒരിക്കൽ നഷ്ടം എന്നുവെങ്കിലും പിന്നത്തേത് ലാഭമാക്കി ദൈവം തീർക്കുകയാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ വിശ്വാസം കൊണ്ടാകുന്നു, വിശ്വാസത്താലാകുന്നു നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. എന്നാൽ നമുക്ക് നിത്യമായി ജീവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 19 സങ്കീർത്തനത്തിൻ്റെ 89 എന്താ വായിച്ചത്? യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ വചനം അവിടെ എഴുതപ്പെടുന്ന യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. നമ്മളൊന്നാ ചിന്തിച്ചത് ദൈവം സ്ഥിരതയുള്ള ദൈവമാണ്, സ്ഥിരവാസിയാണ്. അവന് ഒരിക്കലും മാറ്റമില്ല. ആദ്യോടന്തമുള്ളവനാണ് നമ്മുടെ ദൈവം. അവൻ്റെ വചനവും എന്നും സ്ഥിരമായിരിക്കുന്നു എന്ന് ഭക്തനോട് പറയണം. 119 വചനമാകുന്നു യഹോവേ നിന്റെ വചനം. അവിടെ ഭക്തൻ പറയുകയാണ് യഹോവേ നിന്റെ വചനം സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം, നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ആ വചനത്തിൽ ആശ്രയിക്കുകയാണെങ്കിലോ നമ്മൾ സ്ഥിരവാസിയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്നാൽ നമ്മുടെ ജീവിതത്തിന് സ്ഥിരവാസമുണ്ട്. ഈ ലോകപ്രകാരം മാത്രമല്ല,
നമ്മൾ സ്ഥിരവാസി. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ജഡം കൊണ്ട് മാറ്റപ്പെട്ടാലും ആത്മാവ് കൊണ്ട് ഉയർത്ത് നമ്മൾ ജീവിപ്പാനിടയെ തീരും. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനത്തിൽ പറയും പോലെ ദൈവവചനം പോലെ ദൈവവചനം എന്നോ നീക്കുന്നല്ലേ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവവചനത്തിൽ ആശ്രയിക്കുക. എന്നാൽ നമ്മൾ സ്ഥിരവാസിയായിരിക്കും എന്ന് ദൈവവചനം പറയുന്നു. ഹല്ലേലൂയ. അടുത്ത് പറയുന്നത് ആമേൻ. ഹല്ലേലൂയ. 90-ാമത്തെ വചനം പറയുന്നത് നിന്റെ വിശ്വസ്തത പറയുന്നത് നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം, നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. ആമേൻ. തലമുറ തലമുറയോളം. മനുഷ്യൻ്റെ ആയുഷ്കാലം ആമേൻ മനുഷ്യഭൂമിയിൽ എത്ര കാലം ഇരുന്നാലും അതിനപ്പുറത്തും തലമുറ തലമുറ തലമുറയായിരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. അത് എന്നേക്കും നിലനിൽക്കുന്നവയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. ദൈവത്തിൻ്റെ വിശ്വസ്തത എന്ന് പറയുന്നത് എന്താണ്? ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അവൻ്റെ വിശ്വസ്തതയിൽ ഭംഗം വരുന്നില്ല, മാറ്റം വരുന്നില്ല. ഭൂമിയിലുള്ള കാണുന്നതെല്ലാത്തിനും മാറ്റം വരും. എന്നാൽ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുന്നില്ല. ഹല്ലേലൂയ. അത് എന്നും എന്നേക്കും ഇരിക്കുന്നു എന്നുള്ളതാണ്. ആമേൻ. വിശ്വസ്തത എന്നാൽ എന്താണ്? ഹല്ലേലൂയ. ആമേൻ. 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 ദൈവവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും വിശ്വസ്തന്മാർ കുറയുന്നു, ഭക്തന്മാരിൽ വിശ്വസ്തന്മാർ കുറയുന്നു. വിശ്വസ്തത ഏറ്റവും വലിയ മുഖമുദ്രയാണ് ദൈവത്തിന്. വിശ്വസ്തനെ ആണ് ദൈവം അംഗീകരിക്കുന്നത്. വിശ്വസ്തരെ ദൈവം നോക്കുന്നുണ്ട്. ആമേൻ. നമ്മളെങ്ങനെയാണ് നമ്മൾ വിശ്വസ്തരായി തീരുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക, ദൈവത്തോട് പറ്റിച്ചേർന്ന് നടക്കുക. അങ്ങനെ നമ്മൾ ദൈവികപ്രകാരം നമ്മൾ വിശ്വസ്തന്മാരായി തീരും. ഹല്ലേലൂയ. ആമേൻ. ഒരു ആമേൻ. ആമേൻ. അബ്രഹാം. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു അബ്രഹാമിനെ കാണാൻ കഴിയും. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവൻ്റെ നീതിയായി കണക്കിട്ടു. അവൻ വിശ്വസ്തനെന്ന് എണ്ണി. ദൈവം ആമേൻ അബ്രഹാം വിശ്വസ്തനായി തീർന്നു ദൈവത്തിന്. ഹല്ലേലൂയ. ആമേൻ. 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 ദൈവത്തിന് വിശ്വസ്തനായി തീർന്ന അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. അവൻ്റെ തലമുറകളെ ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ വിശ്വസ്തത എന്നുവന്നേക്കും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ദൈവചരിത്രത്തിലൂടെ നമ്മൾ കാണുവാൻ കഴിയുന്നത്. ആമേൻ. ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൻ്റെ ആയുസ്സിന് അവസാനമില്ല. അവൻ എന്നും എന്നേക്കും ജീവിക്കും. ഈ ലോകപ്രകാരമായിരുന്നാലും ഒരു സിയോൻ പർവ്വതം പോലെ അവൻ ഉറച്ചു നിൽക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമ്മുടെ നാളുകളിൽ വിശ്വസ്തരായി ദൈവത്തിൽ ആമേൻ നമ്മുടെ കർത്താവിൽ വിശ്വസിച്ച് നമ്മൾ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ആമേൻ അങ്ങനെയുള്ള ഒരു ചേർക്കാൻ വേണ്ടിയാണ്. എന്നാൽ നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്ന ജീവകിരീടം നമുക്ക് ദൈവം നൽകുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസ്തരായിട്ട് മുൻപോട്ട് പോകാം. ആമേൻ. അടുത്തു പറയുന്നത് ഭൂമിയെ ആമേൻ ആമേൻ സ്ഥാപിച്ചു. അടുത്ത വചനം വായിച്ചാലും നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ച് അത് നിലനിൽക്കുന്നു. മതി. സ്തോത്രം. നിന്റെ വിശ്വസ്തത തലമുറ തലമുറയോളം നിൽക്കുന്നു. ആമേൻ. ആമേൻ. വിശ്വസ്തന്മാർ എത്രത്തോളം ഉണ്ടാകുമോ, വിശ്വസ്തന്മാർ ഉണ്ടായിരിക്കും കാലം അത് തലമുറ തലമുറയോളം നിൽക്കും. മാറ്റം വരത്തില്ല. വിശ്വസ്തന്മാർ ഉണ്ടാകണം. വിശ്വസ്തന്മാർ ഇല്ലാതാകുമ്പോൾ ദൈവം ന്യായവിധി അയക്കും. വിശ്വസ്തന്മാര് ഉണ്ടാകും വരെ. ഹല്ലേലൂയ. ആമേൻ. ബൈബിൾ ചരിത്രത്തിൽ അനേക വിശ്വസ്തന്മാരെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ അടുത്ത് പറയുവാനിടയെത്തുന്നത് ആമേൻ നീ ഭൂമിയെ സ്ഥാപിച്ചു അത് നിലനിൽക്കുന്നു. ഭൂമിയെ സ്ഥാപിച്ചു. ആമേൻ. ആമേൻ. നിലനിൽക്കുന്ന ദൈവമാണ്. ആമേൻ. ആമേൻ. അവൻ്റെ വചനം ആമേൻ നിലനിൽക്കുന്നു. അവൻ്റെ വചനം അയച്ചാണ് ദൈവം ഭൂമിയെ സ്ഥാപിച്ചത്. എന്നാൽ സകലത്തെയും സ്ഥാപിച്ചത് ആമേൻ ദൈവത്തിൻ്റെ വചനം അയച്ചാണ്. ഹല്ലേലൂയ. ആമേൻ. സകലത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം അയച്ച്. ആമേൻ. ആമേൻ. അതൊക്കെ നിലനിൽക്കുന്നു. ആയതുകൊണ്ട് ഭൂമി നിലനിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ കാണുവാൻ കഴിയും ഭൂമി തീക്കായി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. തീക്കായി വെച്ചിരിക്കുന്നു. ഭൂമിയിൽ വെച്ച് ദൈവം ന്യായവിധി നടത്തും. ദൈവം വിശ്വസ്തനാണ്, ന്യായാധിപതിയാണ്. ഭൂമിയെ ന്യായം വിധിക്കും, സകലത്തെയും ന്യായം വിധിക്കും.
ഒരു നാളിൽ ആമേൻ പണ്ട് ഈ ഭൂമി കത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് സയൻസ് ശാസ്ത്രമൊക്കെ പറയുന്നത്. ദൈവം അത് മനുഷ്യ ജീവിതത്തിന് യോഗ്യമാക്കി തീർത്തു. എന്നാൽ പിന്നത്തേതിൽ വീണ്ടും കത്തിക്കൊണ്ടിരിക്കുവാൻ ദൈവം വിചാരിച്ചാൽ അതൊക്കെ അങ്ങനെയായി തീരും. എന്നാൽ ഭൂമിയുടെ ഉൾഭാഗം ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കത്തുന്ന അഗ്നിപർവ്വതം നിറഞ്ഞതാണ് ഈ ഭൂമിയുടെ അകത്തലങ്ങളൊക്കെയും. ദൈവം ആമേൻ അതങ്ങനെ കത്തിക്കൊണ്ടിരിക്കുവാൻ വേണ്ടി നിയമിച്ചു വച്ചിരിക്കുകയാണ്. അതിൻ്റെ പുറത്തുള്ള ഭാഗമൊക്കെയും ദൈവം മനുഷ്യന് ഹല്ലേലൂയ പാർക്കുവാൻ തക്കവണ്ണം അനുയോജ്യമാക്കി തീർത്തു. ഭൂമിക്കകം കത്തിക്കൊണ്ടിരുന്നാലും ആമേൻ ഭൂമിയുടെ പുറം മനുഷ്യന് ഹല്ലേലൂയ ദോഷമൊന്നും വരുന്നില്ല. ഹല്ലേലൂയ ദൈവ മനുഷ്യർക്ക് അവിടെ ഒന്നിനും മുട്ട് വരില്ല, ഒന്നിനും കുറവ് വരില്ല. അവന് എന്നും എന്നേക്കും ജീവിപ്പാൻ അത് നല്ല ഭൂമിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പറയുന്നത് നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. അടുത്തതായി പറയാൻ ആഗ്രഹിക്കുന്ന ദൈവം നിലനിൽക്കുന്നു. ആമേൻ ആമേൻ ഹല്ലേലൂയ. ദൈവം നിലനിൽക്കുന്നു എന്ന അതേ സ്ഥാനത്ത് ഭൂമിയിലുള്ളത് യാതൊന്നും നിലനിൽക്കത്തില്ല എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിലനിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 23-24 വചനം ഒന്ന് വായിച്ചാട്ടെ. അവിടെ നമ്മൾ കാണുന്നത് ദൈവവചനം നിലനിൽക്കുന്നു. ആമേൻ ആമേൻ. 1 പത്രോസ് 1-ന്റെ 23, 24, 25. 1 പത്രോസ് 1-ന്റെ 23, 24, 25 വചനങ്ങൾ. 21 വരെ ഉള്ളൂ. 1 പത്രോസിന് 1-ന്റെ 23 മുതൽ 25 വരെ. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവജനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ആമേൻ. നോക്കിക്കേ, അവിടെ പറയപ്പെടുന്നത് പ്രൈസ് ദി ലോർഡ്, ദൈവം നിലനിൽക്കുന്നു, ദൈവജനം നിലനിൽക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ എന്നേക്ക് നിലനിൽക്കണമെങ്കിൽ ഇനി ഒരു കാലത്ത് നമ്മൾ സാധാരണ നമ്മൾ തെറ്റിച്ചു, നമുക്ക് നിലനിൽപ്പില്ലാതാക്കി തീർത്തു. നമ്മുടെ ആമേൻ പൂർവ്വപിതാക്കന്മാരെ വിചാരിച്ച് നമുക്ക് അവരുടെ നിലനിൽപ്പുകളെയൊക്കെ നഷ്ടപ്പെടുത്തി, നമ്മുടെ നിലനിൽപ്പുകളെ നഷ്ടപ്പെടുത്തി. എന്നാൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഹല്ലേലൂയ ഈ ലോകപ്രകാരമുള്ളതെല്ലാം യാതൊന്നും നിലനിൽക്കത്തില്ല. ആമേൻ. ലോകപ്രകാരമുള്ളതൊക്കെയും എന്ന് പറയുന്നു. അപ്രകാരം ഇവിടെ പറയുന്ന വചനം എന്ന് പറഞ്ഞാൽ കെടുന്ന ബീജത്താലല്ല, നിലനിൽക്കാൻ ഈ ലോകപ്രകാരമുള്ള ഒരു മനുഷ്യൻ ലോകപ്രകാരം ജീവിക്കുകയാണെങ്കിൽ അത് നിലനിൽക്കത്തില്ല. ദൈവപ്രകാരം ജീവിക്കുകയാണെങ്കിൽ നിലനിൽക്കും. എന്നാൽ ആമേൻ സ്തോത്രം. ഇവിടെ ദിവസം വായിച്ചത് ആമേൻ കെടുന്ന ബീജത്താലല്ല. വായിച്ചാലും അവിടെ കെടുന്ന ബീജത്താലല്ല, ആമേൻ കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ. ദൈവവചനം നോക്കിക്കേ, അവിടെ പറയുന്നത് ലോകപ്രകാരം നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിലനിൽക്കത്തില്ല. നമ്മൾ നിലനിൽക്കണമെങ്കിൽ ദൈവവചനപ്രകാരം ജീവിക്കണം. നമ്മൾ നിലനിൽക്കും. ദൈവവചനത്തിൽ ആശ്രയിക്കുക. നമ്മൾ ലോകത്തിലല്ല ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. ആമേൻ. നമ്മൾ ജനിച്ചു. ഹല്ലേലൂയ. ലോകപ്രകാരം നമ്മൾ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എങ്കിലും ഇതിനൊരു പര്യവസാനമുണ്ട്. ലോകപ്രകാരമുള്ളതിന് അത് കെട്ടുപോകും, നിലനിൽക്കത്തില്ല. ദൈവത്തിൽ നമ്മൾ ഈ സമയത്ത് നമ്മൾ നമ്മുടെ ദൈവം നിലനിൽക്കുന്ന ദൈവത്തെ നമ്മൾ ലക്ഷ്യം വയ്ക്കുമ്പോൾ, ആ ദൈവത്തിന്റെ വചനത്തെ ലക്ഷ്യം വയ്ക്കുമ്പോൾ, ആ ദൈവം ഒരിക്കലും നിത്യതയെ ലക്ഷ്യം വയ്ക്കുമ്പോൾ, അവനെ മുറുകെ പിടിച്ച് നടക്കുമ്പോൾ, ആ ലക്ഷ്യത്തിൽ നടക്കുമ്പോൾ നമ്മുടെ ഹല്ലേലൂയ നമ്മുടെ നഷ്ടം ലാഭമായി തീരും. നമ്മൾ ഇവിടെ കെട്ടുപോകത്തില്ല. ഇവിടെ കെട്ടുപോയാലും ദൈവമുകളിൽ വെളിച്ചമായി ശോഭിക്കും. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ കെട്ടുപോകും, ലോകപ്രകാരമുള്ളതൊക്കെയും കെട്ടുപോകും. എന്നാൽ കെടാത്ത ബീജത്താൽ ആമേൻ വീണ്ടും, അതാണ് കെടാത്ത ബീജമെന്ന് പറയുന്നത്, വീണ്ടും ജനനത്തെയാണ് കാണിക്കുന്നത്.
വീണ്ടും ജനനം, വിശ്വാസ ജീവിതം. അമേൻ, അമേൻ. വീരൻ വിശ്വാസത്താൽ ജയമെടുത്ത് ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വായിച്ച ഭാഗം വായിച്ചാലും കെടുന്ന ബീജത്താലല്ല, അല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. ആമേൻ, സ്തോത്രം. എന്നാൽ വീണ്ടും ജനിക്കാതെ ജീവിക്കുകയാണെങ്കിൽ സകല ജഡവും പൂപോലെ പുല്ലുപോലെ പെട്ടെന്ന് വാടി കുഴഞ്ഞങ്ങ് പോകും. നമ്മൾ അമേൻ വചനമെന്ന അമേൻ കെടാത്ത ബീജത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, ദൈവവചനം കെടാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം, ആ ദൈവവചനം അയച്ച് ആണ് ദൈവം സകലത സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ആമേൻ. അതിലാശ്രയിക്കുക, കെട്ടുപോകുന്നതിൽ ആശ്രയിക്കാതെ നമ്മൾ ദൈവമേ കെടാത്തതിൽ ആശ്രയിച്ചുകൊണ്ടിരിക്കുക, അതിനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുക, അതിനെ അനുഗമിക്കുക. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ നമ്മൾ നിലനിൽക്കുമെന്നാണ് പറയുന്നത്. അടുത്ത വചനം വായിച്ചാലും പുല്ല് വാടി നമ്മൾ ലോകപ്രകാരമായി പോയാൽ, നമ്മൾ ദൈവത്തെ പ്രകാരം വീണ്ടും ജനിക്കാതെയും വിശ്വാസ ജീവിതം നയിക്കാതെയും സ്നാനമേൽക്കാതെയും ദൈവാത്മാവ് പ്രാപിക്കാതെയൊക്കെ ഇരുന്നാൽ നമ്മൾ ഈ പുല്ല് വാടിപ്പോകും പോലെയൊക്കെ ഇരിക്കും നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. നമുക്ക് നിത്യമായ ഒരു പ്രത്യാശ നമുക്ക് നഷ്ടപ്പെടുവാനിടയിൽ തീരും. നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയാത്ത വിധം നമ്മൾ മുൻപോട്ട് പോകാനിടയിൽ തീരും. അധികവും മുമ്പോട്ട് പോലെ കുറച്ചൊക്കെ മുൻപോട്ട് പോകും. കാഴ്ചയാൽ മുൻപോട്ട് പോകും, വിശ്വാസത്തിൽ മുൻപോട്ട് പോകാൻ സാധിക്കത്തില്ല. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ മുൻപോട്ട് പോകണമെന്ന് വിശ്വാസത്തിൽ ഉറപ്പുണ്ടായിരിക്കണം നമ്മുടെ. ഹല്ലേലൂയ. ആമേൻ. അവർ മുൻപോട്ട് തന്നെ പോകുവാനിടയിൽ തീരും. വായിച്ചാലും ഉതിർന്നു പോയി കർത്താവിന്റെ വചനമോ എന്നേക്ക് നിലനിൽക്കും. ആമേൻ. നോക്കിക്കേ, എല്ലാം ഈ ലോകപ്രകാരം നമ്മൾ ആമേൻ പോലെ പുല്ല് പോലെ നിഴൽ പോലെ എന്തൊക്കെ ഏതു നിലവാരത്തിൽ വാടിപ്പോയാലും കുഴഞ്ഞു പോയാലും മാറിപ്പോയാലും എന്താ അതിൽ ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നു എന്ന് പറയാണ്. അതുകൊണ്ടാകും നമ്മുടെ ദൈവത്തിന്റെ വചനം. ആമേൻ, ആമേൻ. അതുകൊണ്ടാണ് ഇവിടെ സങ്കീർത്തനക്കാരനാകുന്ന ആമേൻ ദാവീദ് പറയുന്നത്, ദൈവത്തിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ, അതിലൂടെ നടക്കുകയാണെങ്കിൽ ആമേൻ അത് പരിചയ തന്നെ, അത് ആമേൻ പാതയ്ക്ക് പ്രകാശമാണ്. അത് അധികം നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും. ഈ ലോകത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടം കയറി വന്നാലും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ലാഭമായി തീരുവാൻ കഴിയും. ഹല്ലേലൂയ എന്നാകുന്നു. അടുത്ത വചനം അത് വായിച്ചാൽ എന്താണെന്ന് അവിടെ കിടന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. മതി. സ്തോത്രം. അവിടെ തുടർന്ന് നമുക്ക് ആമേൻ അവിടെ അടുത്ത വചനം എന്ന് പറയുന്നത് ദൈവവചനം നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് പറയുവാൻ ആഗ്രഹിക്കുന്നത് ആമേൻ ദൈവസ്നേഹം നിലനിൽക്കുന്നു എന്ന്. 1 കൊരിന്ത്യർ 13:1 മുതൽ ചില വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവസ്നേഹം നിലനിൽക്കുന്നു പറയുന്നു. ദൈവസ്നേഹം. ആമേൻ. ഹല്ലേലൂയ. ദൈവസ്നേഹം നിലനിൽക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആ വചനം എടുത്താട്ടെ ഒന്ന്. വചനം അവിടെ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാൽ എനിക്ക് ഏതുമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമുദ്ദ കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനപരം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. മതി. സ്തോത്രം. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകില്ല. എന്നും എന്നേക്കും നിലനിൽക്കുന്നതാണ് സ്നേഹം. സകലത്തിനുപരി എല്ലാറ്റിനുപരി ദൈവത്തിൻ്റെ കൽപ്പനകൾ, മുഖ്യ കൽപ്പനയാണ് ആമേൻ സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. സ്നേഹിക്കുക എന്നത് ആമേൻ മുഖ്യ ഒരു കൽപ്പനയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്ന് ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. ഹല്ലേലൂയ.
ആമേൻ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും പറയും. ഹല്ലേലൂയ. ആയതുകൊണ്ടാകുന്നു ആമേൻ ആമേൻ സ്നേഹം. ആമേൻ. നമ്മൾക്ക് ചിന്തിക്കാൻ നോക്കിയാൽ ആമേൻ ഒരുപാട് മുമ്പോട്ട് ചിന്തിക്കേണ്ടി വരും. ലോകത്തിൽ അനവധി തരത്തിലുള്ള സ്നേഹബന്ധങ്ങളുണ്ട്. അതൊന്നും സ്നേഹബന്ധമല്ല. പ്രൈസ് ദി ലോർഡ്. അത് മോഹമാണ് കേട്ടോ. മോഹം മുഴുത്തിട്ട് ഉള്ള സ്നേഹബന്ധങ്ങളാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമാണ്, കളങ്കമറ്റതാണ്. ഹല്ലേലൂയ. അത് എന്നും എന്നേക്കും നിലനിൽക്കുകയാണ്. ദൈവ ആ സ്നേഹത്തിലൂടെ നമുക്ക് പരിരക്ഷയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ പറയുന്നത് ചില വചനങ്ങളോട് വേഗം വായിച്ച് നമുക്ക് വേഗത്തിൽ വിരാമം കൊടുക്കാം. നമുക്ക് പിന്നെ പറയപ്പെടുന്നത് ദൈവ ഇഷ്ടം എന്നേക്കും നിലനിൽക്കുന്നു എന്ന് പറയപ്പെടുന്നു. ദൈവ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ സുവിശേഷം 1 യോഹന്നാൻ 1 യോഹന്നാൻ എടുത്താട്ടെ. 1 യോഹന്നാൻ 2:15-16 വചനങ്ങൾ വായിച്ചാട്ടെ. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ ദൈവ ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും നിലനിൽക്കും. 1 യോഹന്നാൻ 2:15-16 വരെ വചനങ്ങൾ വായിച്ചാട്ടെ. വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ആമേൻ. ഇതാ അവിടെ പറയപ്പെടുന്നത് നിലനിൽക്കുന്നതിനെയാണ് ദൈവത്തിന് ഇഷ്ടം. എന്നാൽ നിലനിൽക്കാത്തതിനെ നിങ്ങൾ സ്നേഹിക്കാൻ പോകരുത്. എന്നാൽ നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾ സ്നേഹിക്കണം. നമ്മൾ ദൈവത്താൽ എല്ലാവരെയും സ്നേഹിക്കണം. മാനുഷികമായിട്ടല്ല, ദൈവത്താൽ സ്നേഹിക്കണം. അതാണ് നിലനിൽക്കുന്നത്. മാനുഷികമായിട്ട് സ്നേഹിക്കാൻ പോയാൽ അത് കയ്പും കണ്ണുനീരുമായിട്ട് പെട്ടെന്ന് പോകും. അത് പരാജയപ്പെടും. ലോകത്തിൽ നിന്ന് ലോകത്തിൻ്റെ സ്നേഹമായതുകൊണ്ട് പലരും പലപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നത് ലൗകികമായിട്ടാണ്. അത് നിലനിൽക്കത്തില്ല. വേഗത്തിൽ അതിനൊരു വിരാമം ഉണ്ടാകുവാനിടയിൽ. എന്നാൽ ദൈവത്താൽ സ്നേഹിച്ചാൽ സങ്കടത്തിലും കണ്ണുനീരിലും ഭാരത്തിലും വേദനയിലും ആമേൻ അത് കൂടെ ഇരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആമേൻ ആമേൻ ഒരു സ്ത്രീയും പുരുഷനെയും ആമേൻ യുവാക്കളെ വിവാഹം കഴിച്ചു വിടുന്ന സമയത്ത് ആമേൻ ആമേൻ ഹല്ലേലൂയ ഈ വചനങ്ങളൊക്കെ പറയാനിടയിത്തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ 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 സ്നേഹബന്ധത്തെ ആമേൻ കൂട്ടി സംയോജിപ്പിച്ച് അവരെ അയപ്പാനിടയെത്തിരും. ആ വചനം ഇത് വായിച്ചത് തന്നെ വായിച്ചാലും ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവന് പിതാവിന്റെ സ്നേഹമില്ല, ദൈവസ്നേഹം ഇല്ല. ലോകത്തിലെയാണ്, ലോകപ്രകാരമാണ് നമ്മൾ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആമേൻ ദൈവത്തിന്റെ സ്നേഹമില്ല, അത് നിലനിൽക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിതാവിൻ്റെ സ്നേഹം, ആ പുത്രൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവെ ദൈവപ്രകാരം നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അത് നിലനിൽക്കും. നമ്മൾ നിലനിൽക്കണമെന്ന് ഇവിടെ സ്നേഹിച്ചിട്ട് വെറുതെ നഷ്ടപ്പെട്ടു പോകുകയല്ല. നമ്മൾ നമ്മുടെ ജീവിതം ഇവിടെ സ്നേഹിച്ചത് ലാഭമായി തീരണം. ഹല്ലേലൂയ. വായിച്ചാലും ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല. ആമേൻ. അതെല്ലാം മോഹത്തിൽപ്പെട്ടതാണ്. സ്നേഹത്തിൽപ്പെട്ടതല്ല, മോഹത്തിൽപ്പെട്ടതാണ്. ആമേൻ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇതെല്ലാം മോഹത്തിൽപ്പെട്ടാണ്. മോഹം ദൈവവചനം എന്താ പറയുന്നത്? മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ആമേൻ. പാപം ഒഴുത്തിട്ട് ആമേൻ മരണത്തിലേക്ക് പോകുന്നു, അത് പാതാളത്തിലേക്ക് പോകുന്നു എന്ന ദൈവത്തിൻ്റെ വചനം ആയതുകൊണ്ട് ഹല്ലേലൂയ. ആമേൻ. മോഹമല്ല, സ്നേഹം. ദൈവത്താൽ സ്നേഹിക്കപ്പെടുക. ഒരു വചനം കൂടി വായിച്ച് വേഗത്തിൽ വിരാമം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. 13 ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 1 കൊരിന്ത്യർ 13:3 വായിച്ചാൽ 13 വായിച്ചാൽ 13. ആകയാൽ വിശ്വാസം, പ്രത്യാശ, അവിടെ സ്തോത്രം. അവിടെ അത് പറയപ്പെടുന്ന ദൈവത്തിൻ്റെ 3 കൃപാവരങ്ങളാണ്. 3 കൃപാവരങ്ങൾ, അത് നിലനിൽക്കും. 3 കൃപാവരങ്ങൾ, ഇവ 3 നിലനിൽക്കുന്നു. അവിടെ എന്താ വായിച്ചത്? ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് 3 നിലനിൽക്കുന്നു. നോക്കിക്കേ, വലിയതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. ആമേൻ. എവിടെ പറയുന്ന? ആകയാൽ വിശ്വാസം,
പ്രത്യാശ, സ്നേഹം. അത് ദൈവത്താലുള്ളവാകുന്നവയാണ്, ദൈവത്തിലുള്ളവയാണ്. ഇത് മൂന്നും നിലനിൽക്കുന്നു. ഇതിൽ വലുതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ. അതെ അപ്പാ, ഇന്ന് പകൽക്കാലത്തിൽ സ്തോത്രം, ഞങ്ങളുടെ സഭയെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങൾ കർത്താവെ അങ്ങയുടെ വിശ്വസ്തരായി, ആമേൻ, വിശ്വസ്തരായി മുന്നോട്ട് പോകാൻ കർത്താവെ, അങ്ങയിൽ വിശ്വസിച്ച് ആമേൻ ആമേൻ ഹല്ലേലൂയ മുന്നോട്ട് പോകുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണം അപ്പാ. ഈ വചനത്തിലൂടെ ഞങ്ങൾ കാണുന്നു, ആകയാൽ ആമേൻ വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്ന് നിലനിൽക്കുന്നു. ആമേൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, അത് നിലനിൽക്കുന്നു. ദൈവം നിലനിൽക്കുന്നു, ദൈവവചനം നിലനിൽക്കുന്നു, ദൈവ ഇഷ്ടം നിലനിൽക്കുന്നു, ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ നിലനിൽക്കുന്നു. ഹല്ലേലൂയ. അതേ അപ്പാ, ഞങ്ങളെ നിലനിർത്തണമേ അപ്പാ. അതേ കർത്താവേ, ഈ ലോകത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നയിച്ച്, ഈ ലോകപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിൽ നഷ്ടം വന്നാലും, കഷ്ടം വന്നാലും, ഭാരം വന്നാലും, വേദനകൾ വന്നാലും, അതേ കർത്താവേ അങ്ങേ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ എന്നും എന്നേക്ക് നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത്, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത്, ഞങ്ങളെ കരുതുന്നതിനെ ഓർത്ത്, ഞങ്ങളെ കാക്കുന്നതിനെ ഓർത്ത് ഞങ്ങളെ മഹത്വപ്പെടുത്തുകയാണ്. അതെ, പകൽക്കാലത്തിൽ അങ്ങയുടെ മക്കളെ അങ്ങയുടെ കരത്തിൽ ഏൽപ്പിച്ചു തരികയാണ്. ഇന്നലെ രാത്രി കാലത്തിലാകുന്നു ഈ ചിന്താവിഷയാടിയന് കർത്താവ് കൈമാറുവാനിടയെത്തുന്നത്. അതെ അപ്പാ, അങ്ങ് കൈമാറിയ ആലോചനയെ ദൈവമക്കളുടെ നടുവിൽ ദൈവമക്കൾക്ക് ഞാൻ കൈമാറുവാനിടയെത്തീർന്നു. അതെ അപ്പാ, ഓരോരുത്തരും ഈ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നാളുകളിൽ ആമേൻ കർത്താവേ നിലനിൽക്കാത്ത ബീജത്താലുള്ളതല്ല, ആമേൻ നിലനിൽക്കുന്നതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാളുകൾ ദൈവത്തിലും ദൈവവചനത്തിലും ആമേൻ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ ആളുകളിൽ മുന്നേറുവാൻ എല്ലാവരെയും ബലപ്പെടുത്തണമേ കർത്താവേ. അഭിഷേകത്താൽ, ദൈവശക്തിയാൽ, ദൈവകൃപകളാൽ അങ്ങ് നിറച്ച് ഓരോരുത്തരെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ വേദനകളൊക്കെ മാറി സന്തോഷത്തോടെ അങ്ങ് മക്കളെ അയക്കണമപ്പാ. ഇന്ന് മുതൽ അവരെ കർത്താവെ അങ്ങ് മാർവോട് ചേർത്തോളണമേ. എല്ലാ ആത്മീക, ഭൗതിക, ശാരീരിക, സാമ്പത്തിക സകല നന്മകളെയും നൽകി ഓരോ മക്കളെയും അനുഗ്രഹിക്കണമപ്പാ. ലോകത്തിൽ മാത്രമല്ല, എല്ലാറ്റിനുപരി സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ആമേൻ ശാശ്വതമാകുന്ന നിത്യമാകുന്ന എല്ലാ നന്മകളും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന കൃപകൾക്കായി നന്ദി. ആമേൻ. ഹല്ലേലൂയ. എല്ലാ നന്മകളും അങ്ങനെ പ്രാപിച്ചെടുത്തുകൊണ്ട് നിത്യതയ്ക്കായി ഞങ്ങളെ ഒരുക്കും മാനവും മഹത്വവും പുകഴ്ചയും എല്ലാം അങ്ങേക്ക് തരുന്നു അപ്പാ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. തുടർന്ന് നമുക്കൊരു പാട്ടിൻ്റെ ചില വരികൾ കൂടെ പാടി ഹല്ലേലൂയ ആമേൻ സ്തോത്ര വഴിപാടുകളൊക്കെ അർപ്പിച്ച് നമുക്ക്